നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വില സർവകാല റെക്കോർഡിൽ. റബ്ബർ അന്താരാഷ്ട്ര വില ഒറ്റ കുതിപ്പിന് കിലോയ്ക്ക് 7.5 രൂപ വർദ്ധിച്ച് 300 രൂപ കഴിഞ്ഞു സർവകാല റെക്കോർഡ് കുറിച്ചു. 2011 ഫെബ്രുവരി 21 ലഭിച്ച 292 രൂപയായിരുന്നു മുൻപുണ്ടായിരുന്ന ഉയർന്ന വിദേശ വില. അന്ന് ആഭ്യന്തര വില 240 രൂപയായിരുന്നു. ഇന്നലെ RSS 4 ഗ്രേഡിന് 263 രൂപയും ഗ്രേഡ് 5-ന് 260 രൂപയുമായി ആഭ്യന്തര വിലയും റെക്കോർഡ് കുറിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ 262 രൂപയായിരുന്നു മുൻപുണ്ടായിരുന്ന ഉയർന്ന വില. ഇന്നലെ ഡീലർമാരിൽ നിന്ന് ടയർ കമ്പനികൾ 266 രൂപയ്ക്ക് വരെ ഷീറ്റ് വാങ്ങി. വിദേശ വില 300ലേക്ക് കടന്നിട്ടും റബ്ബർ ബോർഡ് വിലയിൽ മുൻ ദിവസത്തേക്കാൾ 1 രൂപ മാത്രമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. നിലവിലെ വിപണി സാഹചര്യത്തിൽ റബ്ബർ ബോർഡ് വില കിലോയ്ക്ക് 270 കടക്കേണ്ടതാണ്. ഉൽപ്പാദനത്തിലെ കുറവും ഡിമാൻഡിലുണ്ടായ വർധനവുമാണ് റബ്ബർ വില അതിവേഗം കുതിക്കാൻ ഇടയാക്കിയത്. ലോക്കൽ മാർക്കറ്റ് വില ഇന്ന് 264 രൂപയിലേക്ക് ഉയരാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും കാലവർഷം കനത്തതോടെ വേനൽ അവധിക്ക് ശേഷം ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. അടുത്ത 2 ആഴ്ച കാലവർഷം ശക്തമായി പെയ്യുമെന്നാണ് നിരീക്ഷണം. ആസാം, ത്രിപുര, നാഗാലാൻഡ് ഉൾപ്പെടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കാലം തുടങ്ങി. റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ശക്തമായ മഴയെ തുടർന്ന് ടാപ്പിംഗ് നടക്കുന്നില്ല. ആഗോള റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ 85% കിഴക്കനേഷ്യയിൽ നിന്നാണ്. ടയർ ഉൾപ്പെടെ റബ്ബർ അധിഷ്ഠിത വ്യവസായത്തിനുണ്ടായ വൻ വളർച്ചയാണ് വിലക്കുതിപ്പിന് പ്രധാന കാരണം. കാർ ടയറുകൾക്കാണ് ഏറ്റവും ഡിമാൻഡ് വർദ്ധിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിമാസ വിൽപ്പന കഴിഞ്ഞ മാസത്തിൽ മാരുതി സുസുക്കി സ്വന്തമാക്കി. റബ്ബറിനിപ്പോൾ വൻ ഡിമാൻഡാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇനിയും വില കുതിച്ചു കയറാനാണ് സാധ്യത. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.